ഏവർക്കും +1 ഇംപ്രൂവ്മെന്റ് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 5 ലീനിയർ ഇനിക്വാളിറ്റീസ്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, ഒരൊറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ വെറും 3 മാർക്ക് മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം പഠിച്ച് നമുക്ക് ആ 3 മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത് സ്കോർ ചെയ്യാം. സോ ആദ്യം ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. ഈ ചാപ്റ്ററിൽ ഒരു ഫോർമുല പോലും നമുക്ക് കാണാതെ പഠിക്കാൻ ഇല്ല എന്നുള്ളതാണ് നേട്ടം. എങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് മാത്രം സൂചിപ്പിക്കുന്നു. എന്താണ് ഇനിക്വാളിറ്റി എന്നറിയാം. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിലേതെങ്കിലും ഒരു സിമ്പൽ ഉള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനിക്വാളിറ്റി. ഫസ്റ്റ് ഡിഗ്രി ഇനിക്വാളിറ്റീസ് അതിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഇനിക്വാളിറ്റീസ്. അത് ഒന്നും വലുതായിട്ട് നമ്മൾ അറിഞ്ഞില്ല എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒരു ലീനിയർ ഇനിക്വാളിറ്റി, സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള ഒരു ലീനിയർ ഇനിക്വാളിറ്റി എങ്ങനെ സോൾവ് ചെയ്യാം, ഒരു വേരിയബിൾ ഉള്ള ഒരു ലീനിയർ ഇനിക്വാളിറ്റി എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഈ വർഷം പഠിക്കാനുള്ളത്. അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി 2 കാര്യങ്ങൾ അറിയണം. ഈക്വൽ നമ്പേഴ്സ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനിക്വാളിറ്റി. ഒരു ഇനിക്വാളിറ്റിയുടെ 2 സൈഡും നമുക്ക് ഈക്വൽ നമ്പർ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. അതുപോലെ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇനിക്വാളിറ്റി ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ബൈ ദ സെയിം പോസിറ്റീവ് നമ്പർ. ഒരു ഇനിക്വാളിറ്റിയുടെ 2 സൈഡും ഒരു പോസിറ്റീവ് നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. സ്വാഭാവികമായിട്ടും ഡിവൈഡും ചെയ്യാം. എന്നാൽ ഒരു നെഗറ്റീവ് നമ്പർ 2 സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ the sign of the inequality is reversed. very important. ഞാനൊരു ഇനിക്വാളിറ്റിയെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ ആ ഇനിക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആകും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആകും. സൈൻ ഓഫ് ദ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ഈ ഒരൊറ്റ കേസ് മാത്രമാണ് സാധാരണ സിംപ്ലിഫിക്കേഷൻ എന്ന് ഇനിക്വാളിറ്റീസിന്റെ സിംപ്ലിഫിക്കേഷനുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ എന്താണ്? ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ, ഒരു ഇനിക്വാളിറ്റിയുടെ 2 സൈഡും ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ സൈൻ ഓഫ് ദ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. ഈ ഒരൊറ്റ കേസ് മാത്രമാണ് ലീനിയർ ഇനിക്വാളിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. സോൾവ് x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ഒരൊറ്റ വേരിയബിൾ ഉള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി ഇനിക്വാളിറ്റി, ഇതിനെയാണ് ലീനിയർ ഇനിക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യണം. സോ സാധാരണ നമ്മൾ ഇവിടെ ഈക്വൽ ടു ആണെങ്കിൽ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് അതേ രീതിയിൽ ഇവിടെയും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ആദ്യം ആ ഇനിക്വാളിറ്റി എഴുതുക. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്, 2 ഉണ്ട്. സോ അവയുടെ പ്രോഡക്റ്റ് 6. ഈച്ച് ടേമിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫ്രാക്ഷൻസ് ഒഴിവാക്കാം. സോ മൾട്ടിപ്ലൈങ് ഈച്ച് ടേം ബൈ 6. അപ്പൊ ഇവിടെ 6 മൾട്ടിപ്ലൈ ചെയ്യുക. 6/3 എന്ത് കിട്ടും? 2. പിന്നെ x, അപ്പൊ 2x ഗ്രേറ്റർ ദാൻ. ഇവിടെയും 6 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 6/2 എന്താണ്? 3x പ്ലസ് ഇവിടെയും 6 മൾട്ടിപ്ലൈ ചെയ്യണം, മറന്നു പോകരുത്. 1 × 6 6. ഞാൻ 6 കൊണ്ട് ഈച്ച് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. പോസിറ്റീവ് നമ്പർ ആണ്, നോ പ്രോബ്ലം. നെക്സ്റ്റ് നമുക്ക് x ആണല്ലോ കാണേണ്ടത്. x എല്ലാം ഒരു സൈഡ് കൊണ്ടുവരൂ. 2x ഈ പ്ലസ് 3x ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -3x. 2x നിന്ന് 3x കുറച്ചാൽ എന്ത് കിട്ടും? -x ഗ്രേറ്റർ ദാൻ ഈ 6. അതുപോലെ എനിക്ക് എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഞാനൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഇനിക്വാളിറ്റിയെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? +x ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ആകും. കാരണം -1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്. സോ ഇവിടെ എന്ത് കിട്ടും? -6. അതായത് ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ x ലെസ് ദാൻ -6. -6നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പറും ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആയിരിക്കും. ഇത്രയും എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. വേണമെങ്കിൽ ആ സൊല്യൂഷൻ ഇന്റർവെലിൽ എഴുതാം. x ലെസ് ദാൻ -6 എന്ന് പറഞ്ഞാൽ -6നേക്കാളും ചെറിയ വാല്യൂസ് എന്ന് പറഞ്ഞാൽ -∞ മുതൽ -6 വരെ. എന്നാൽ -6 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ എങ്ങനെ എഴുതും? x എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽ -∞, -6. അത് ഓപ്പൺ ഇന്റർവെൽ ക്ലോസ് ചെയ്യുക. കാരണം ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കണം, ഈക്വൽ ടു ഇല്ല എങ്കിൽ സിമ്പിൾ ബ്രാക്കറ്റ്. ഇത് മസ്റ്റായിട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല. മേളത്തെ സ്റ്റെപ്പ് വരെ എഴുതിയാലും മതി. സോ ഇത്തരത്തിൽ സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ വർഷവും അങ്ങനെ ആകാനാണ് സാധ്യത. ക്വസ്റ്റ്യൻ നമ്പർ 2. സോൾവ് 3 × 1 - x ലെസ് ദാൻ 2 × x + 4. Show the graph of the solutions on number line.
ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഈ വർഷവും സമാനമായ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആദ്യം ഈ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യണം. സോ 3 into 1 minus x expandable 3 into 1 3. അടുത്തെന്ത് കിട്ടും? -3x less than 2 expandable 2x plus 8. എക്സിന്റെ ടേം എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. -3x, ഈ 2x ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -2x, -3xും -2xും ആഡ് ചെയ്താൽ -5x ലെസ് ദാൻ ഇവിടെ 8 ഉണ്ടായിരുന്നു, ഈ +3 റൈറ്റ് സൈഡിൽ വരുമ്പോൾ -3. 8 - 3 എന്താണ്? 5. ഞാൻ ഈച്ച് ടേമിനെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ -5 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? x. നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ. 5/-5 എന്ത് കിട്ടും? -1. അപ്പൊ ഇവിടെ സൊല്യൂഷൻ എന്താണ്? x ഗ്രേറ്റർ ദാൻ -1. എക്സിന്റെ വാല്യൂ -1 വലുത്. അപ്പൊ ഇന്റർവൽ എങ്ങനെ എഴുതും? ഓപ്പൺ ഇന്റർവൽ -1, ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഇതാണ് സൊല്യൂഷൻ. ഇനി ഇത് നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. 0 1 2 3 4 5 അങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് -1 -2 -3 എഴുതുക. ആരോ മാർക്ക് കൊടുക്കുക. നമ്പർ ലൈനായി നമ്മുടെ ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ എന്താണ്? സൊല്യൂഷൻ x ഗ്രേറ്റർ ദാൻ -1 വലുത്. എന്നാൽ -1 ഇൻക്ലൂഡഡ് അല്ല, ഈക്വൽ ടു അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ആ -1 ഒരു സർക്കിൾ ഇടുക. -1 വലിയ വാല്യൂസ് വരുന്നത് എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലോട്ട്. അത് ഡാർക്കൺ ചെയ്യുക. ഈ സ്പേസ് ഡാർക്കൺ ചെയ്യുക ഈ ആരോ മാർക്ക് വരെ. ഇതിന്റെ മീനിങ് -1 വലുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പറും ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ ആയിരിക്കും. ഇനി സപ്പോസ് ഇവിടെ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നുവെങ്കിൽ ഈ സർക്കിൾ ഇട്ടിട്ട് ഈ സർക്കിൾ എന്ത് ചെയ്യണം? ഡാർക്കൺ ചെയ്യണം. ദാറ്റ് മീൻസ് അത് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ രണ്ട് പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ വർഷം ചോദിക്കുന്നത്. ഇക്വേഷൻസ് ചില ഇനിക്വാളിറ്റീസ് മാറാം. ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇനി അഥവാ അത് അല്ല എന്നുള്ളതാണെങ്കിൽ മറ്റൊരു രീതിയിൽ വേർഡ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടെ പരിചയപ്പെടുത്താം. Question number 3. Find all pairs of consecutive even positive integers. Both of them are larger than 5 such that their sum is less than 23. എന്താണ് question? Find all pairs of consecutive even positive integers. Even positive integers എന്ന് പറഞ്ഞാൽ even natural numbers. Even natural numbersന്റെ pairs നമ്മൾ എഴുതണം. എന്താണ് കണ്ടീഷൻ? Both of them are larger than 5. 5 വലുതായിട്ടുള്ള ഈവൻ നമ്പേഴ്സിന്റെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ പെയർസ് എഴുതുക. പക്ഷേ കണ്ടീഷൻ ആ പെയറിലെ 2 നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവയുടെ സം എന്തായിരിക്കണം? ലെസ് ദാൻ 23. ഇത് നമുക്ക് ഇനിക്വാളിറ്റി എന്ന ആശയം മനസ്സിലില്ല എങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമുക്കത് സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലെറ്റ് x, x plus 2 be the numbers എന്ന് അസ്യൂം ചെയ്യുക. കാരണം തുടർച്ചയായിട്ടുള്ള 2 ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണം? x, x plus 2. ഓക്കെ, given that ഈ 2 നമ്പറിന്റെ സം ലെസ് ദാൻ 23 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? x plus 2 ലെസ് ദാൻ 23. സോ 2x ലെസ് ദാൻ ഈ 2 ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വരുമ്പോൾ 23 - 2 21. x ലെസ് ദാൻ 21/2 10.5. എക്സിന്റെ വാല്യൂ 10.5 ചെറുതായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ 5 വലുതായിരിക്കണമെന്നാണ്. സോ 5 ശേഷം വരുന്ന ഈവൻ ഇന്റിജർ 6. അപ്പൊ ആദ്യത്തെ പെയർ എന്താണ്? 6, 8. അടുത്ത പെയർ 8, 10. അടുത്ത പെയർ 10, 12. അടുത്ത 12, 14 എഴുതാൻ പറ്റില്ല. കാരണം 12ഉം 14ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? 12, 14, 26. നമ്മുടെ സം 23 ചെറുതായിരിക്കണം. സോ ദീസ് ആർ ദ പോസിബിൾ പെയർസ്. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കുക. ആ പെയറിലെ 2 നമ്പറും ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. 5 ശേഷമായിരിക്കണം. എന്നാൽ 10.5 ചെറുതുമായിരിക്കണം. അങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത്. എക്സിന്റെ വാല്യൂ 10.5 ചെറുതായിരിക്കണം. അപ്പോൾ 10 വരെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് എഴുതാം, കാരണം ഇത് x plus 2 ആണ്. സോ പോസിബിലിറ്റി എന്താണ്? 5 വലിയ ഇന്റിജർ, ഈവൻ ഇന്റിജർ 6, 8, 8, 10, then 10, 12. These are the ordered pairs. Next question. Ravi obtained 70 and 75 marks in first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. രവി എന്ന് പറയുന്ന കുട്ടി ആദ്യത്തെ 2 എക്സാമിനേഷന് 70-75 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്തു. മൂന്നാമത്തെ എക്സാമിനേഷന് എത്ര മാർക്ക് സ്കോർ ചെയ്താൽ അവന്റെ ആവറേജ് മാർക്ക്
മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 60 ആകും. സോ അതിന്റെ ആൻസർ നമുക്ക് തേർഡ് എക്സാമിനേഷന് ഒബ്റ്റെയിൻ ചെയ്യുന്ന മാർക്ക് എന്തെന്ന് അസ്യൂം ചെയ്യാം? എക്സ് എന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് എക്സ് ബി ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ തേർഡ് ടെസ്റ്റ്. നമുക്കറിയാം ആവറേജ് കാണുന്ന ഫോർമുല സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. സം ഓഫ് മാർക്സ് ആദ്യത്തത് 70, രണ്ടാമത്തെ 75, തേർഡ് എക്സാം അറിയില്ല എക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സാംസ് എന്താണ് 3. സോ ഇതാണ് ആവറേജ്. ഈ ആവറേജ് എന്ന് പറയുന്നത് മിനിമം 60 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 60 അതിനേക്കാളും വലുതായിരിക്കണം. അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞാൽ ഈ സംഗതി ഇത് 60 അതിനേക്കാളും വലുതായിരിക്കണം. ദാറ്റ് മീൻസ് ഈ ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് എഴുതുക. അപ്പൊ മിനിമം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ മെത്തേഡ് ഇവിടെ 180 ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ 145 പ്ലസ് എക്സ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ 180 മൈനസ് 145 ദാറ്റ് ഈസ് 35. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35. അതായത് തേർഡ് എക്സാമിനേഷന് 35 ഓർ എബോവ് മാർക്ക് സ്കോർ ചെയ്താൽ ആ കുട്ടിയുടെ ആവറേജ് അറ്റ്ലീസ്റ്റ് 60 മാർക്സ് ആയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. സോൾവ് 30x less than 200 when x is a natural number, second one when x is an integer. ജസ്റ്റ് സോൾവ് എന്ന് പറഞ്ഞാൽ ആ എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആകുമ്പോൾ കേസ് ആണ്. ഇവിടെ റിയൽ നമ്പർ അല്ല ചോദിച്ചിരിക്കുന്നത്. എക്സ് നാച്ചുറൽ നമ്പർ ആകുമ്പോൾ വാട്ട് ആർ ദ റിസൾട്ട്സ്? എക്സ് ഇൻഡിജർ ആണെങ്കിൽ വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇത് രണ്ടുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഐനിക്വാളിറ്റി എടുത്തെഴുതുക. 30x less than 200. അപ്പോൾ എക്സ് ലെസ് ദാൻ എന്ത് വരും? ഈ 30 ഡിവൈഡ് ചെയ്യുക 200 by 30. എക്സ് ലെസ് ദാൻ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ത് കിട്ടും? കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി 6.7. എക്സിന്റെ വാല്യൂ 6.7നേക്കാളും ചെറുത്. അപ്പോൾ എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്തൊക്കെ വരും? 6.7നേക്കാളും ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. 6.7നേക്കാളും ചെറുതായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. അപ്പൊ എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി എക്സ് ഇൻഡിജർ ആണെങ്കിൽ വാട്ട് ഈസ് ദ സൊല്യൂഷൻ സെറ്റ്? നമുക്കറിയാം ഇൻഡിജർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും വരും അല്ലേ? അപ്പൊ പൂർണ്ണസംഖ്യകൾ, ഫ്രാക്ഷൻ ഒന്നും വരത്തില്ല, ഡെസിമൽ ഒന്നും വരത്തില്ല. അപ്പോൾ 6.7നേക്കാളും ചെറുതായിട്ടുള്ള ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? 6, 5, 4, 3, 2, 1, 0, -1, -2, -3 എക്സെട്ര സെറ്റിനകത്തിടുമ്പോൾ സൊല്യൂഷൻ സെറ്റ് ആയി. ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറില്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. സോൾവ് ചെയ്യുക, എന്നിട്ട് ആ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യത. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള 3 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.